നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തു തത്വശാസ്ത്ര പഠനത്തിന്റെ 12ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു സമ്പൂർണ്ണ മനുഷ്യനായിരുന്നുവെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നാം പഠിച്ചു. ഒരു സമ്പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ ശൈശവാവസ്ഥ തുടങ്ങി ബാല്യാവസ്ഥയിലൂടെ യൗവനത്തിലേക്ക് താൻ പ്രവേശിച്ച ക്രമാനുക്രമമായ ഒരു മാനുഷികമായ വളർച്ച, അതായത് ശരീരത്തിലും അവന്റെ ദേഹിയിലും അതുപോലെ അവന്റെ മാനസികമായ മണ്ഡലത്തിലും അവനുണ്ടായിരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പൈതൽ വളർന്നു, ജ്ഞാനത്തിലും ശക്തിയിലും അവൻ ദൈവകൃപ വളരെ പ്രാപിച്ചു എന്ന് വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിനും മനുഷ്യന്റെയും മുമ്പാകെ ജ്ഞാനവും അംഗീകാരമുള്ളവനായി കർത്താവ് തീർന്നു എന്ന് ലൂക്കോസ് 2:52 നമ്മൾ വായിക്കുന്നു. മറ്റു പല ഭാഗങ്ങളിലും നമ്മളത് വായിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന് ലഭിച്ച ജ്ഞാനവും അവനുണ്ടായിരുന്ന മാനുഷികമായിരിക്കുന്ന ഡെവലപ്മെന്റും അത് വാസ്തവത്തില് ഏതെങ്കിലും ആ കാലഘട്ടങ്ങളിൽ കലാലയങ്ങളിലോ സ്കൂളുകളിലോ പോയി പഠിച്ചിട്ട് താൻ പ്രാപിച്ചതല്ല, മറിച്ച് തന്റെ സ്വന്തം ഭവനത്തിൽ വെച്ച് മാതാപിതാക്കളിൽ നിന്ന് തനിക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ തന്റെ നിരന്തരമായി യഹൂദന്മാരുടെ പള്ളികൾ താന് പോയി ലൂക്കോസ് 4:16 പറയും പ്രകാരം അവിടെ വെച്ച് പ്രാപിച്ചത്. അതുപോലെ ദേവാലയത്തിൽ താൻ പോകുമായിരുന്നു, ലൂക്കോസ് 2:41-46. കൂടാതെ തിരുവെഴുത്തുകളെ താൻ നിരന്തരം വായിക്കുകയും ശോധന ചെയ്യുകയും ചെയ്യുമായിരുന്നു, ലൂക്കോസ് 4:17. പിശാചിനോട് താന് പരീക്ഷാവേളയിൽ ഉത്തരിച്ചു കൊടുക്കുന്നതും ദൈവത്തിന്റെ വചനമാണല്ലോ. മാത്രമല്ല, ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള അടിസ്ഥാനപരമായ എല്ലാ സ്വഭാവ ഘടകങ്ങളും പാപം ഒഴികെ കർത്താവായ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. അത് ശൈശവാവസ്ഥ മുതൽ മേലോട്ട് വളർച്ച പ്രാപിച്ചു വന്നിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിന് മനുഷ്യ ശരീരമുണ്ടായിരുന്നു, അതുപോലെ തന്നെ മാനുഷികമായിരിക്കുന്ന രക്തചംക്രമണം ഉണ്ടായിരുന്നു, അതുപോലെ മാംസവും രക്തവും ഉണ്ടായിരുന്നു, എബ്രായർ 2:14. അതുപോലെ തന്നെ നാം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു, നീ എനിക്ക് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്ന് എബ്രായലേഖനം 10:10 സങ്കീർത്തന ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് അവിടെ പറയുന്നുണ്ട്. ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നത് കേവലം ഒരു ഫാൻഡമായിരുന്നില്ല, അക്ഷരീകമായ ഒരു മനുഷ്യ ശരീരം തന്നെ ആയിരുന്നു. ആ മനുഷ്യ ശരീരത്തില് മാനസികവും ശാരീരികമായിരുന്ന വളർച്ച അല്ലെങ്കിൽ അഭിവൃദ്ധി നിരന്തരമായി യേശു ക്രിസ്തു അനുഭവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് പുൽത്തൊഴുത്തിൽ ഒരു ശിശുവായി ജനിച്ചവൻ അവിടുന്ന് വളർന്ന് 12 വയസ്സുള്ളപ്പോൾ യെരുശലേമിലെ ദേവാലയത്തിൽ ന്യായശാസ്ത്രിമാരോടും പരീശന്മാരോടും ഒക്കെ സംവാദിക്കുന്ന രംഗം നമ്മൾ കാണുന്നു. അവിടുന്ന് 30-ാം വയസ്സിൽ പരസ്യമായി യോഹന്നാന്റെ അടുക്കൽ സ്നാനം ഏൽക്കേണ്ടതായി വരുന്നു. 33-ര വയസ്സിൽ കാൽവറിലെ ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യേ ക്രൂശിതനായിത്തീരുന്നു. അവിടെയെല്ലാം നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാനുഷികമായ ശരീരത്തെയും മാനുഷികമായിരിക്കുന്ന സ്വഭാവങ്ങളെയും പ്രകൃതങ്ങളെയും വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇച്ഛാശക്തി, വികാരം അല്ലെങ്കിൽ ഇന്റലിജൻസ്, ബൗദ്ധികത, ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. തനിക്ക് തന്റെ സ്വന്തം ഇഷ്ടമുണ്ടായിരുന്നു, പിതാവിന്റെ ഇഷ്ടവും തന്നിലുണ്ടായിരുന്നു. തന്റെ സ്വന്തം ജീവൻ അവനിലുണ്ടായിരുന്നു, പിതാവ് അവന് നൽകിയ പിതാവിനോടുകൂടെ അവനുണ്ടായിരുന്ന നിത്യജീവൻ അവന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വായിക്കുമ്പോൾ മാനുഷികമായിരിക്കുന്ന എല്ലാ വികാര വ്യതിയാനങ്ങളും യേശു ഉണ്ടായിരുന്നു. യേശുവിന് വിശന്നു, യേശുവിന് ദാഹിച്ചു, യേശു ക്ഷീണിച്ചു, യേശു കരഞ്ഞു. അങ്ങനെ പല നിലയിലുള്ള പ്രവൃത്തികൾ യേശു ക്രിസ്തുവിൽ മാനുഷികമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒടുവിലായി നമ്മൾ മർക്കോസ് 2:8 അതുപോലെ ലൂക്കോസ് 23:46 വായിക്കുന്ന പോലെ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ആത്മാവുണ്ടായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അത് വാസ്തവത്തിൽ നമ്മൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യ പ്രകൃതിയിൽ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശേഷം മനുഷ്യരിൽ നിന്ന് അവൻ വ്യത്യസ്തനായി തീർന്നത് പാപം എന്ന് പറയുന്ന യാഥാർത്ഥ്യം. പാപം ഒഴികെ സകലത്തിലും അവൻ നമുക്ക് തുല്യനായി ഒരു മനുഷ്യനായി അതിന്റെ ആരംഭം മുതൽ അവസാനം വരെയും ആ സ്വഭാവ സൽഗുണങ്ങൾ, പ്രകൃതങ്ങൾ അവനിൽ പ്രക്ഷോഭിച്ചിരുന്നതായി നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ യാഥാർത്ഥ്യം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒരേ സമയത്ത് ദൈവവും മനുഷ്യനുമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയും ഉണ്ടായിരുന്നു, ദൈവത്വത്തിന്റെ പൂർണ്ണതയും അവനുണ്ടായിരുന്നു. മനുഷ്യൻ നിലയിൽ മാനുഷികമായ എല്ലാ പ്രകൃതങ്ങളും
യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നു, പാപം മാത്രം അവനിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.